Hi dear students, ഇന്നത്തെ ക്ലാസ്സിൽ ബയോമോളിക്യൂൾസിന്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ എൻസൈംസ്, ഈ 3 ബയോമോളിക്യൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇനി പഠിക്കാനുള്ള ബയോമോളിക്യൂൾസ് ആണ് ന്യൂക്ലിക് ആസിഡ്സും വൈറ്റമിൻസും ഹോർമോൺസും. അപ്പം ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ബോർഡ് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Why does nucleic acids are called polynucleotides? അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിൽ ക്രോമസോംസ് ഫോം ചെയ്തേക്കുന്നത് ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസും ചേർന്നിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കേൾക്കുന്ന 2 പേരുകളുണ്ട്, RNA ആൻഡ് DNA ആണല്ലോ. RNA DNA എല്ലാവർക്കും ഫുൾ ഫോം ഒക്കെ അറിയാം അല്ലേ. RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA എന്ന് പറഞ്ഞാൽ ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പം ഈ 2 ന്യൂക്ലിക് ആസിഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയും അല്ലെ. അപ്പൊ പോളിന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ്സിനെ പോളിന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കുക? കാരണം ഇത്രയേ ഉള്ളൂ, ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ എന്താ ആൻസർ? പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേരുന്ന ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പോളിമർ സ്ട്രക്ചർ ആണ് ന്യൂക്ലിക് ആസിഡ്സിനുള്ളത്. അതുകൊണ്ട് ന്യൂക്ലിക് ആസിഡ്സിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? പോളിന്യൂക്ലിയോടൈഡ് അല്ലെ. പോളി മീൻസ് മെനി എന്നാണല്ലോ. അപ്പോൾ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നിരിക്കുന്നു, അതാണ് ഇതിന്റെ മീനിങ്. അപ്പം എന്താണ് ന്യൂക്ലിയോടൈഡ്? അവിടെ വീണ്ടും നമ്മൾ അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, therefore they are also called polynucleotides. ഓക്കെ, ഇനി വാട്ട് ഈസ് ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് 3 കെമിക്കലി ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ്. അതായത് ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് എന്ന് ഓർക്കുക. അപ്പം ഇതിൽ ഫസ്റ്റ് പാർട്ട് ഒരു ന്യൂക്ലിയോടൈഡിൽ 3 പാർട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഈ 3 പാർട്സ്? ഒന്നാമത്തേത് ഒരു പെൻഡോസ് ഷുഗർ ആണ്. ഓക്കെ, പെൻഡോസ് ഷുഗർ, ആ ഷുഗറിന്റെ പേരാണ് റൈബോസ്, ഡിഓക്സി റൈബോസ്. ഇങ്ങനെ 2 ടൈപ്പ് ഷുഗറുകളാണ് അവിടെ ഉള്ളത്. ഈ പെൻഡോസ് ഷുഗർ കൂടാതെ നമ്മുടെ ന്യൂക്ലിക് ആസിഡിലുള്ള സെക്കൻഡ് പാർട്ടാണ് ഒരു നൈട്രജൻ ബേസ്. അതായത് ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് റിംഗ് ഇതിൽ കാണാനുണ്ട്. അതിനെയാണ് നമ്മൾ ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദി തേർഡ് പാർട്ട്? തേർഡ് പാർട്ട് ഈസ് ദി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ്. അപ്പം ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ ആണ് എന്തായിട്ട് മാറുക? ന്യൂക്ലിക് ആസിഡ് ആയിട്ട് അത് മാറുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പോളിന്യൂക്ലിയോടൈഡ് എന്ന് വിളിച്ചത്. അപ്പോൾ വൈ ന്യൂക്ലിക് ആസിഡ്സ് ആർ കോൾഡ് പോളിന്യൂക്ലിയോടൈഡ്? ബിക്കോസ് ദേ ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ഇനി വാട്ട് ഈസ് ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിച്ചാലോ, ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് 3 components. ഫസ്റ്റ് ഈസ് എ ഷുഗർ, then there is a nitrogen base and the third component is the phosphoric acid group. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ഓൾ ദി ബേസസ് പ്രസന്റ് ഇൻ RNA ആൻഡ് DNA. ഓക്കെ, അതായത് നമ്മുടെ റൈബോ ന്യൂക്ലിക് ആസിഡിലും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിലും കാണുന്ന നൈട്രജൻ ബേസുകൾ അല്ലെ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു ഇതിന്റെ ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസ് ഉണ്ടെന്ന് കണ്ടല്ലേ. അപ്പൊ അതിലെ എല്ലാ ബേസുകളുടെയും പേരുകൾ അല്ലെ എല്ലാം നമ്മൾ പറയണം. ഓൾ ദി ബേസസ് പ്രസന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ RNAയിലും DNAയിലും കാണുന്ന നൈട്രജൻ ബേസുകൾ 2 ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ പറയും പ്യൂരിൻ ബേസസ് എന്ന് പറയും. ഓക്കെ, പ്യൂരിൻ ബേസസ് അതായത് ഒരു എന്താണ് 2 ഹെട്രോസൈക്ലിക് റിങ്ങുകൾ ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു 6 മെമ്പേർഡ് റിങ്, അതുപോലെ തന്നെ ഒരു 5 മെമ്പേർഡ് റിങ്. ഇതാണ് പ്യൂരിൻ റിങ് എന്ന് പറയുന്നത്. ഇതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു റിങ്ങിനെ നമ്മൾ പ്യൂരിൻ റിങ് എന്ന് പറയും. ഈ ഒരു റിങ് സ്ട്രക്ചർ ഉള്ള 2 ബേസുകൾ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിൽ കാണാൻ സാധിക്കും. ആ ബേസുകളുടെ പേരുകൾ മാത്രം, ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ബേസിന്റെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 ബേസുകളാണ് അഡി
അഡിനിൻ ആൻഡ് ഗ്വാനിൻ കേട്ടോ. അപ്പൊ ന്യൂക്ലിക് ആസിഡ്സിൽ കാണുന്ന പ്യൂരിൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. അവരുടെ സ്ട്രക്ചറിൽ ഈ വരച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു റിങ് കാണും. ആ റിങ്ങിന്റെ പേരാണ് പ്യൂരിൻ റിങ്. ഓക്കെ, അതുകൊണ്ട് പ്യൂരിൻ ബേസുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഈ രണ്ട് പേരുകളും പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. അതേസമയം വേറെ 3 ബേസുകൾ കൂടി ന്യൂക്ലിക് ആസിഡ്സിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ആ ബേസുകൾക്ക് പിരിമിഡിൻ ബേസസ് എന്നാണ് പറയുക. എന്താ പറയുക? പിരിമിഡിൻ ബേസസ്. അപ്പൊ ഈ പിരിമിഡിൻ ബേസസിന്റെ വ്യത്യാസം എന്താ? ഇതിനകത്ത് 2 റിങ് കാണില്ല, പകരം ഇങ്ങനെ നൈട്രജൻ ഉള്ള ഒരു ഹെട്രോസൈക്ലിക് റിങ് മാത്രമേ ഇതിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റിംഗ് സിസ്റ്റം മാത്രം വരുന്ന ഇതിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് NH2 ഡബിൾ ബോണ്ടോ ഒക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ ആ സ്ട്രക്ചേഴ്സ് NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളോട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പകരം നെയിം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പിരിമിഡിൻ ബേസുകളുടെ പേരുകൾ മാത്രം പറയുക. പിരിമിഡിൻ ബേസുകൾ RNAയിലും DNA-യിലും ആയിട്ട് 3 പിരിമിഡിൻ ബേസുകളാണ്. ഒന്ന് സൈറ്റോസിൻ ആണ്, രണ്ടാമത്തേത് തയമിൻ എന്ന ബേസ് ആണ്, മൂന്നാമത്തേത് യുറാസിൽ എന്ന ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബേസസ് പ്രസന്റ് ഇൻ RNA ആൻഡ് DNA, there are 2 purine bases and 3 pyrimidine bases. Which are the purine bases? Adenine and guanine are known as purine bases. Pyrimidine bases are cytosine, തയമിൻ, യുറാസിൽ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. പ്യൂരിൻ ബേസസ് പ്രസന്റ് ഇൻ DNA. ഓക്കെ, അപ്പൊ നമ്മൾ DNA-യിലെ RNA-യിലെയും 5 ബേസിന്റെയും പേരുകൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എഴുതി. അപ്പൊ അതിൽ ഏതൊക്കെയാണ് പ്യൂരിൻ ബേസസ് എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെറുതെ 5 ബേസിന്റെ പേര് പഠിച്ചാൽ പോരാ. ഇതിൽ ഏതാണ് പ്യൂരിൻ ബേസ്, ഏതാണ് പിരിമിഡിൻ ബേസ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ പ്യൂരിൻ ബേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഓക്കെ, അഡിനിൻ ആൻഡ് ഗ്വാനിൻ ഇത് 2 എണ്ണേ ഉള്ളൂ പ്യൂരിൻ ബേസസ്. What is the difference between nucleoside and nucleotide? Okay, very important question. അല്ലെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊക്കെ എക്സാംസിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പം ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേരുന്നതാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിയോടൈഡിൽ 3 പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ന്യൂക്ലിയോസൈഡിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതാണ് മനസ്സിലാക്കേണ്ടത്? ന്യൂക്ലിയോസൈഡ് ആണ്. കാരണം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയോടൈഡിൽ 3 കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഷുഗർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു റൈബോസ് ഷുഗർ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിൽ കാണാറില്ലേ. റൈബോസ് ഷുഗർ ആണ്, അതായത് ഒരു 5 കാർബൺ ഷുഗർ ആണ്. ഇങ്ങനത്തെ ഒരു റിംഗ് സ്ട്രക്ചർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ റിംഗ് സ്ട്രക്ചറിൽ കാർബൺസിനെ നമ്മൾ നമ്പർ ചെയ്യുമ്പം ഈ ഓക്സിജന്റെ തൊട്ടടുത്തിരിക്കുന്ന കാർബണിനെ നമ്മൾ 1' എന്ന് പറയും, പിന്നെ 2', 3', 4', പിന്നെ റിങ്ങിന് വെളിയിലായിട്ട് ഒരു CH2OH ഗ്രൂപ്പ് ഉണ്ട്. ആ കാർബണിന്റെ നമ്പർ ആണ് 5'. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആകെ 5 കാർബൺ ഉള്ള ഒരു റിംഗ് ആണ് ഞാൻ ഈ ഷുഗർ സ്ട്രക്ചർ ആയിട്ട് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റൈബോസിനെ നമ്മൾ പെൻഡോസ് ഷുഗർ എന്നാ പറയുക. 5 കാർബൺ ഉള്ളത് കൊണ്ട് പെൻഡോസ് ഷുഗർ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ പെൻഡോസ് ഷുഗറിന് 1' പൊസിഷൻ ഉണ്ടല്ലോ. 1' ഫസ്റ്റ് കാർബൺ നിൽക്കുന്ന ഫസ്റ്റ് കാർബണിനെയാണ് നമ്മൾ 1' എന്ന് പറയുന്നത്. ഈ 1' പൊസിഷനിൽ നമ്മുടെ നൈട്രജൻ ബേസ്, നേരത്തെ നമ്മൾ സ്ട്രക്ചർ വരച്ചില്ലേ, 2 റിംഗ് ഉള്ള പ്യൂരിൻ ബേസും 1 റിംഗ് ഉള്ള പിരിമിഡിൻ ബേസും ഒക്കെ കണ്ടല്ലോ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ബേസ് ഈ ഷുഗറിന്റെ 1' പൊസിഷനിൽ വന്ന് ലിങ്ക് ചെയ്ത് നിൽക്കും. ആ ലിങ്കേജിന് ഒരു പേരുണ്ട്, N-ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് എന്നാണ് ആ ലിങ്കേജ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബേസും ഷുഗറും തമ്മിലുള്ള ലിങ്കേജിന്റെ പേരാണ് N-ഗ്ലൈക്കോസൈഡ് ലിങ്കേജ്. അതായത് നമ്മുടെ ബേസിൽ നൈട്രജൻ ഉണ്ടല്ലോ, നൈട്രജനിലേക്കാണ് ആ ലിങ്കേജ് പോകുന്നത്. അതുകൊണ്ടാണ് N-ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു N-ഗ്ലൈക്കോസൈഡ് ലിങ്കേജിലൂടെ ഒരു ഷുഗറിന്റെ 1' പൊസിഷനിൽ ആര് വന്നു? ബേസ് വന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ബേസും ഷുഗറും മാത്രമായിട്ട് നിൽക്കുന്നതാണ് ന്യൂക്ലിയോസൈഡ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോസൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം? ഷുഗർ പ്ലസ് ബേസ്, അതാണ് ന്യൂക്ലിയോസൈഡ്. ഓക്കെ, അപ്പൊ ഷുഗറും ബേസും മാത്രം ഉള്ളതാണ് ന്യൂക്ലിയോസൈഡ്. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടിയായിരിക്കുമല്ലോ, കാരണം ന്യൂക്ലിയോടൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആണല്ലോ. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു എക്സ്ട്രാ ഒരാളും കൂടി വന്നാലേ ന്യൂക്ലിയോടൈഡ് ആകുള്ളൂ. ആരാണ് എക്സ്ട്രാ വരേണ്ടത്? അത് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്ലസ് ഷുഗർ
പ്ലസ് ബേസ്, ഇങ്ങനെ 3 കാര്യങ്ങളും ചേർത്ത് പറഞ്ഞാൽ അത് ന്യൂക്ലിയോടൈഡ് ആണ്. ഷുഗറും ബേസും മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ന്യൂക്ലിയോസൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഇരിക്കും എന്നും കൂടെ ഒന്ന് നോക്കാം. എന്താണ് ന്യൂക്ലിയോടൈഡില് ഇപ്പം നമ്മൾ വരച്ച അതേ കാര്യം എന്താണ്? ഷുഗർ കാണും, അതുപോലെ തന്നെ അതിന്റെ 1' പൊസിഷനിൽ ഒരു ബേസ് കാണും. അത് കൂടാതെ അതിന്റെ 5' പൊസിഷനില്ലേ, 5' പൊസിഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു CH2OH ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ഇങ്ങനെ വരുമ്പം ഫോസ്ഫോറിക് ആസിഡിൽ ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ OH ഗ്രൂപ്പും CH2OHലെ OH ഗ്രൂപ്പും കൂടി ചേർന്ന് ഒരു വാട്ടർ എലിമിനേഷൻ ഒക്കെ അവിടെ നടക്കും. അങ്ങനെ അവിടെ ഒരു പർട്ടിക്കുലർ എസ്റ്റർ ലിങ്കേജ് ഉണ്ടാകും. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും എസ്റ്റർ ലിങ്കേജ് എന്ന് പറഞ്ഞ് ഇങ്ങനെ C+O അല്ലെ, COO എന്ന് എഴുതിയാൽ അതെന്താണ്? എസ്റ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ്? C അല്ല P ആണ് അല്ലെ, PO എന്നല്ലേ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലിങ്കേജിന് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്ന് പറയും. എന്താ പറയുക? ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്. അതായത് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുമ്പം ന്യൂക്ലിയോടൈഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മിഡിൽ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഷുഗർ ആണ്. നിങ്ങൾ അത് പഠിക്കുക, ഷുഗർ. ഈ ഷുഗറിന് 5 കാർബൺസ് ഉണ്ട്. ഈ 5 കാർബൺസിൽ ആദ്യത്തെ കാർബൺ 1', ആ 1' പൊസിഷനിൽ ഒരു ബേസ് ആണ് ഇരിക്കുക. ബേസും ഷുഗറും തമ്മിലുള്ള ഒരു ലിങ്കേജിന്റെ പേര് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ദാറ്റ് ലിങ്കേജ് ഈസ് നോൺ ആസ് N-ഗ്ലൈക്കോസൈഡ് ലിങ്കേജ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കിക്കേ, ഈ ഷുഗറിന്റെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ലാസ്റ്റ് കാർബൺ നിൽക്കുവാണ്. ആ കാർബണിന്റെ നമ്പർ എന്തായിരുന്നു? 5' എന്നായിരുന്നു. ഈ കാർബൺ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ഒരു ലിങ്കേജും കൂടി ഫോം ചെയ്ത് ഒന്നിച്ചു ചേർന്ന് നിൽക്കും. ആ ഒരു ലിങ്കേജിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ ലിങ്കേജ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദാറ്റ് ലിങ്കേജ് ഈസ് നോൺ ആസ് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്. കേട്ടോ, ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്. അപ്പൊ ഈ പറഞ്ഞ 2 ലിങ്കേജുകളിലൂടെ നമ്മുടെ ഷുഗറും ബേസും ഫോസ്ഫേറ്റും കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ എല്ലാവർക്കും ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും ബേസും മാത്രമേ ഉള്ളൂ. അതേസമയം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഷുഗർ ഉണ്ട്, ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഈ 3 ആൾക്കാരും ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ്? ഷുഗറിന്റെ ഏതൊക്കെ കാർബണുകളിലാണ് ഇവർ നിൽക്കുന്നത്? ഏതൊക്കെ കാർബണുകളിലാണ്? ഷുഗറിന്റെ 1' എന്ന പൊസിഷനിലാണ് ബേസ് നിൽക്കുന്നത്. ഷുഗറിന്റെ 5' എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ ന്യൂക്ലിയോടൈഡ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അപ്പൊ അത് ചോദിച്ചത് ഈ ഒരു രീതിയിലാണ്. വായിച്ചു നോക്കിക്കേ. ഇവർ ന്യൂക്ലിയോസൈഡ് എന്താന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ അവിടെ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്? ഇൻ ന്യൂക്ലിയോസൈഡ് എ ബേസ് ഈസ് അറ്റാച്ച്ഡ് അറ്റ് C1 പൊസിഷൻ ഓഫ് ഷുഗർ മോയിറ്റി എന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബൺ ആണ്. ന്യൂക്ലിയോടൈഡ് ഈസ് ഫോംഡ് ബൈ ലിങ്കിങ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് unit to the sugar unit of nucleoside. At which position of sugar unit is the phosphoric acid linked in a nucleoside to give a nucleotide? കണ്ടോ? അപ്പൊ അവർ പറഞ്ഞേക്കുന്നത് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് എവിടെയാണ്? നമ്മുടെ ഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ അല്ലെ, C1 അല്ലെങ്കിൽ 1' എന്ന് പറയും. ആ 1' ഒരു ബേസ് വരുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോസൈഡ്. ഇനി ഏത് പൊസിഷനിലേക്കാണ് ഫോസ്ഫോറിക് ആസിഡ് വന്ന് ലിങ്ക് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറഞ്ഞു. ഏത് കാർബണില്ല? 5' കേട്ടോ. അറ്റ് വിച്ച് പൊസിഷൻ ഓഫ് ഷുഗർ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഷുഗറിന്റെ 5' പൊസിഷനിലാണ് ഫോസ്ഫോറിക് ആസിഡ് വരുന്നത്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, H3PO4 എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഷുഗറിന്റെ 5' കാർബണിൽ ഒരു CH2OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഫോസ്ഫോറിക് ആസിഡിലും ഒരു OH ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു വാട്ടർ എലിമിനേഷൻ ആണ്. ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ OHും അങ്ങ് പോവുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഞാൻ നേരത്തെ എസ്റ്റർ ലിങ്കേജ് വരച്ചു കാണിച്ചത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു എസ്റ്റർ ലിങ്കേജ് വന്നു. അപ്പൊ ഫോസ്ഫോറിക് ആസിഡ് ഏത് കാർബണുമായിട്ടാണ് ഈ എസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്തത്? ദാറ്റ് ഈസ് 5'. ഓക്കെ, അപ്പൊ അറ്റ് വിച്ച് പൊസിഷൻ ഓഫ് ഷുഗർ യൂണിറ്റ് ഈസ് ഫോസ്ഫോറിക് ആസിഡ് ഈസ് ലിങ്ക്ഡ്? 5' പൊസിഷൻ ഓഫ് ഷുഗർ യൂണിറ്റ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ 1' ബേസ്, 5' ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലിങ്കേജ് ഈസ് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്? ഓക്കെ, അപ്പൊ ന്യൂക്ലിക് ആസിഡിലെ ലിങ്കേജ് ഏത്? ആൻസറേ ഉള്ളൂ. ന്യൂക്ലിക് ആസിഡിലെ ലിങ്കേജിന് ഒരു പേരുണ്ട്, ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഫോസ്ഫോ
ഡൈ എസ്റ്റർ ലിങ്കേജ് ഈസ് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളി ന്യൂക്ലിയോറ്റൈഡ് ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടൊക്കെ വരച്ചത് ഒരു ന്യൂക്ലിയോറ്റൈഡ് ആണ്. അപ്പം ഒരു ന്യൂക്ലിയോറ്റൈഡിൽ നിന്ന് വേറൊരു ന്യൂക്ലിയോറ്റൈഡിലേക്ക് ഒരു ലിങ്കേജ് വരണം എങ്കിൽ മാത്രമല്ലേ ന്യൂക്ലിയോറ്റൈഡുകൾക്ക് ജോയിൻ ചെയ്യാനും ന്യൂക്ലിക് ആസിഡ്സ് ആയി മാറാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ന്യൂക്ലിയോറ്റൈഡുകൾക്ക് ഇടയ്ക്ക് വരുന്ന ഒരു ലിങ്കേജ് ആണ് അത്. അതിന്റെ പേരാണ് ഈ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. ദിസ് ലിങ്കേജ് ഈസ് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിക് ആസിഡിലുള്ള ലിങ്കേജ് ആണിത്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. അപ്പോൾ അത് എന്താണ് ആ ലിങ്കേജ് എന്ന് നമ്മളൊന്ന് വരച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ലിങ്കേജ് നമുക്ക് വരച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ ഒരു ന്യൂക്ലിയോറ്റൈഡ് വരച്ചാൽ പോരാ. എത്ര ന്യൂക്ലിയോറ്റൈഡ് വരയ്ക്കണം? 2 എണ്ണം വരയ്ക്കണം. കാരണം ഒരെണ്ണത്തിൽ നിന്ന് രണ്ടാമത്തേതിലേക്കാണല്ലോ നമുക്ക് ഈ ലിങ്കേജ് കാണിക്കേണ്ടി വരിക. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ന്യൂക്ലിയോറ്റൈഡ് വരച്ചിട്ടുണ്ട്. കാരണം ഒരു ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ബേസ് ഉണ്ട്. ഇതിന് താഴെയായിട്ട് ഒരു ന്യൂക്ലിയോറ്റൈഡിന്റെ സ്ട്രക്ചറും കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ രണ്ടാമത് വരയ്ക്കുന്ന ന്യൂക്ലിയോറ്റൈഡിലും ഇതേപോലെ തന്നെ ഷുഗർ ഉണ്ട്, ബേസ് ഉണ്ട്, അതുപോലെ തന്നെ 5' പൊസിഷനിൽ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. ഓക്കെ ആണല്ലോ. 2 ന്യൂക്ലിയോറ്റൈഡുകൾ വരച്ചു. ഇനി മുകളിൽ വരച്ചിരിക്കുന്ന ന്യൂക്ലിയോറ്റൈഡിൽ 1' കാർബൺ, അതിന്റെ തൊട്ടടുത്തായിട്ട് 2', അത് കഴിഞ്ഞിട്ട് 3'. ഓക്കെ, ഈ 3' കാർബണിലും 2' കാർബണിലും ഒക്കെ എച്ചും OH ആണ് ഗ്രൂപ്പുകളായിട്ട് നിൽക്കുക. ഓക്കെ, HOH എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, അപ്പം ഈ നോക്കിക്കേ, 3' കാർബണില് ബിലോ ദി പ്ലെയിനിൽ ഒരു OH ഉണ്ട്. താഴത്തെ ന്യൂക്ലിയോറ്റൈഡിന്റെ ഫോസ്ഫോറിക് ആസിഡിലും OH ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വീണ്ടും ഒരു വാട്ടർ എലിമിനേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഇവിടുത്തെ ഈ 3' OH ഗ്രൂപ്പും ഫോസ്ഫോറിക് ആസിഡിലെ OH ഗ്രൂപ്പും അവിടെ വാട്ടർ എലിമിനേഷനിൽ നമുക്ക് കളഞ്ഞിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓക്സിജനിലൂടെ ഇവരെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. ഇതിനകത്ത് P ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞ് 2 സ്ഥലത്തേക്ക്, താഴേക്കും മുകളിലേക്കും P ഡബിൾ ബോണ്ടോ അല്ലെ. താഴെ ഓൾറെഡി നമുക്കറിയാം ഒരു ന്യൂക്ലിയോറ്റൈഡില് ഒരു ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. അതുകൂടാതെ അടുത്ത ന്യൂക്ലിയോറ്റൈഡിലേക്കും ഇതേ എസ്റ്റർ ലിങ്കേജ് തന്നെയാണുള്ളത്. ഓക്കെ, അപ്പൊ 2 എസ്റ്റർ ലിങ്കേജുകൾ ഒന്നിച്ചു ചേർത്ത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂക്ലിയോറ്റൈഡുകൾക്ക് ഇടയ്ക്ക് വരുന്ന ലിങ്കേജിന്റെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഫോസ്ഫോ ഡൈ എസ്റ്റർ. താഴത്തെ ന്യൂക്ലിയോറ്റൈഡില് POO എന്ന് പറഞ്ഞ ഒരു എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. അതുകൂടാതെ മുകളിലത്തെ ന്യൂക്ലിയോറ്റൈഡിലേക്ക് ഒരു എക്സ്ട്രാ എസ്റ്റർ ലിങ്കേജ് കൂടി അവിടെ ഫോം ചെയ്തു. ഇങ്ങനെ വരുമ്പം 2 ന്യൂക്ലിയോറ്റൈഡുകൾ ജോയിൻ ചെയ്തല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ന്യൂക്ലിയോറ്റൈഡുകൾ ജോയിൻ ചെയ്ത് നിൽക്കുന്നതാണല്ലോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതുകൊണ്ട് ന്യൂക്ലിക് ആസിഡിലെ ലിങ്കേജിന്റെ പേരാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഫോസ്ഫോ എസ്റ്റർ എന്നല്ല പറയേണ്ടത്. പിന്നെന്താ പറയേണ്ടത്? ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ്. ഓക്കെ, അപ്പൊ അവിടെ വീണ്ടും നിങ്ങളോട് ചോദിക്കും ഈ ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കാർബണുകൾക്കിടയ്ക്കാണ് എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. It is formed between phosphodiester linkage. It is formed between, ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, between 3' and 5' carbon atoms. 3' and 5' carbon atoms of പെൻഡോസ് ഷുഗർ. കറക്റ്റ് ആണല്ലോ. നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ പെൻഡോസ് ഷുഗർ നമ്മൾ കാണുന്നുണ്ട്. പെൻഡോസ് ഷുഗറിന്റെ പെൻഡോസ് ഷുഗറിന്റെ 3' എന്ന് പറഞ്ഞ കാർബൺ അല്ലെ. 3' എന്ന് പറഞ്ഞ കാർബണിൽ നിന്ന് ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ടേക്കാം. ഇതാണ് നമ്മുടെ 3' കാർബൺ അല്ലെ. 3' കാർബണില് 3'. ഓക്കെ, 3' കാർബണിൽ നിന്ന് തൊട്ട് താഴെയുള്ള ന്യൂക്ലിയോറ്റൈഡിലെ 5' അല്ലെ. നമ്മുടെ റിങ്ങിന് പുറത്ത് ലാസ്റ്റ് നിൽക്കുന്ന കാർബണിന്റെ നമ്പർ എത്രയാ? 5' അല്ലെ. അപ്പൊ ഈ 3' കാർബണിനും 5' കാർബണിനും ഇടയ്ക്ക് നമ്മളിപ്പോ കണ്ട ലിങ്കേജിന്റെ പേരാണ് എന്ത്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. അപ്പൊ ന്യൂക്ലിയോറ്റൈഡിലെ 3 യൂണിറ്റുകൾ തമ്മിൽ ഇന്റർ കണക്ഷൻ ആണ് അല്ലെ. ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു ന്യൂക്ലിയോറ്റൈഡ് യൂണിറ്റിലോട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഈ ഒരു ലിങ്കേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പർ കിട്ടിയല്ലോ. 3' കാർബണിനും 5' കാർബണിനും ഇടയ്ക്കാണ് ഈ ലിങ്കേജ് എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നെയിം ദി ബേസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ന്യൂക്ലിയോറ്റൈഡ് ഓഫ് RNA.
അപ്പോൾ നമ്മൾ DNA-യിലും RNA-യിലും ഉള്ള കംപ്ലീറ്റ് ബേസുകളുടെയും പേരുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ RNA-യിലെ ബേസസിന്റെ പേര് അല്ലെ, നെയിം ദി ബേസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം RNA-യിലുള്ള ബേസുകളുടെ എല്ലാം പേരുകൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഏതൊക്കെയാണ്? RNA-യിലെ 2 പ്യൂരിൻ ബേസുകൾ ഉണ്ട്. ഏതൊക്കെയാണ് പ്യൂരിൻ ബേസുകൾ? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഇനി RNA-യില് പിരിമിഡിൻ ബേസുകൾ 3 എണ്ണ ഇല്ല, 2 എണ്ണേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? സൈറ്റോസിൻ ഉണ്ട്, പിന്നെ ഉള്ളത് യുറാസിലാണ്. അപ്പൊ ഈ തൈമിൻ എന്ന് പറയുന്ന ഒരു ബേസ് കൂടി ഉണ്ട്, പക്ഷെ അത് RNA-യിലില്ല, DNA-യിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ യുറാസിൽ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ, ദീസ് ആർ ദി ബേസസ് പ്രസന്റ് ഇൻ ദി ന്യൂക്ലിയോടൈഡ് ഓഫ് RNA. ഓക്കെ, അപ്പൊ RNA-യുടെ ഒരു ന്യൂക്ലിയോടൈഡ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിൽ ബേസിന്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് ഈ 4 ബേസുകൾ മാത്രമായിരിക്കും. ഇതിൽ 2 എണ്ണം പ്യൂരിൻ ബേസുകളാണ്, 2 എണ്ണം പിരിമിഡിൻ ബേസുകളാണ്. അഡിനിനും ഗ്വാനിനുമാണ് നമ്മുടെ പ്യൂരിൻ ബേസസ് എന്ന് പറയുന്നത്. അതേസമയം സൈറ്റോസിൻ ആൻഡ് യുറാസിൽ ആർ ദി ഡെറിവേറ്റീവ്സ് ഓഫ് പിരിമിഡിൻ ബേസസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഫൗണ്ട് ഇൻ ദി സെൽ? ഓക്കെ, നമ്മൾ ഈ DNA-യും RNA-യും ഒക്കെ പഠിക്കുമ്പം ഇതിന്റെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. പ്രോട്ടീൻ സിന്തസിസ് ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNAs ആണ്. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് RNAs ആണ്. ആ RNAsന്റെ പേര് ചോദിച്ചാൽ mRNA. mRNA എന്ന് പറഞ്ഞാൽ മെസ്സേഞ്ചർ RNA എന്നാണ്. ഓക്കെ, mRNA അതാണ്. 3 ടൈപ്പ് RNAs ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് മെസ്സേഞ്ചർ RNA. സെക്കൻഡ് വൺ ഈസ് tRNA. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA എന്ന് പറയും. ഓക്കെ, ട്രാൻസ്ഫർ RNA ആണ്. ദെൻ മൂന്നാമത്തേത് rRNA, സ്മോൾ r എഴുതുക, rRNA. ഓക്കെ, അതിനെ റൈബോസോമൽ RNA എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി 3 ടൈപ്സ് ഓഫ് RNA പ്രസന്റ് ഇൻ സെല്ല്? mRNA, tRNA, rRNA. ഓക്കെ, mRNA is the messenger RNA, tRNA means the transfer RNA, rRNA എന്താണ്? റൈബോസോമൽ RNA. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the 2 strands of DNA are not identical but are complementary. Explain. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഈ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സിൽ DNA കുറിച്ച് കുറേ കാര്യങ്ങൾ, അപ്പോൾ RNA-യിൽ ജസ്റ്റ് RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തുമ്പം DNA കുറിച്ച് പഠിക്കുന്ന അങ്ങനെയല്ല. DNA-ക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്, ഡബിൾ ഹെലിക്സ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ് DNA-ക്ക് ഉള്ളത്. അപ്പോൾ DNA-യുടെ സ്ട്രക്ചറിൽ 2 സ്ട്രാൻഡുകളുണ്ട്. ആ 2 സ്ട്രാൻഡുകൾ ഐഡന്റിക്കൽ അല്ല, അല്ലെ, നോട്ട് ഐഡന്റിക്കൽ ബട്ട് ആർ കോംപ്ലിമെന്ററി ഇങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലെ. ഐഡന്റിക്കൽ അല്ല, കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, DNA-യുടെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുമ്പം അതിന്റെ ഓരോ സ്ട്രാൻഡിനും ഒരു ബാക്ക് ബോൺ ചെയിൻ ഉണ്ട്. ഓക്കെ, ഈ ബാക്ക് ബോൺ ചെയിൻ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നതാണ്. ഓക്കെ, ഇപ്പൊ ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക് ബോൺ ചെയിൻ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിന്റെ സ്ട്രാൻഡിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ചെയിൻ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്, SP എന്ന് പറഞ്ഞിങ്ങനെ രണ്ട് സ്ട്രാൻഡുകളാണ്. ഇനി അപ്പം നമുക്ക് അറിയാം നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ ബേസ് ഉണ്ട്, പക്ഷെ ഞാനിവിടെ ബേസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞ് എഴുതിയപ്പം ബേസ് എഴുതിയില്ല. കാരണം എന്താ, ഈ ബേസ് നിൽക്കുന്നത് ഷുഗറിന്റെ 1' കാർബണിലാണല്ലോ ബേസ് നിൽക്കുക. ഈ ബേസ് എന്ന് പറയുന്നത് ഈ ബാക്ക് ബോൺ ചെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ബേസ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഷുഗറിൽ നിന്നും ഞാനിവിടെ B എന്ന് എഴുതി വെക്കുന്നുണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് എന്താണ്? ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഒരു സ്റ്റെയർ കേസ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ശരിക്കും ഇത് ഒരു സ്റ്റെയർ കേസ് ആണെങ്കിൽ ആ സ്റ്റെയർ കേസിൽ നമ്മൾ പിടിച്ചു കയറുന്ന കൈവരികളുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഏതാ? ഷുഗറും ഫോസ്ഫേറ്റും. ഇനി നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പുകളിലാണ് ആര് നമുക്ക് കാണുന്നത്? ഈ ബേസസ് ഇരിക്കുന്നത്. അപ്പം ഒരു സ്ട്രാൻഡിലെ ബേസ് തൊട്ടടുത്ത സ്ട്രാൻഡിലെ ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അവിടെ നിൽക്കുക. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. ഈ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനെ നമ്മൾ ബേസ് പെയറിംഗ് എന്നാ പറയുക. എന്താ പറയുക? ബേസ് പെയറിംഗ്. ഇത് സ്പെസിഫിക് ബേസുകൾ തമ്മിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഈ ആദ്യത്തെ സ്ട്രാൻഡിലെ ബേസിന്റെ സ്ഥാനത്ത് അഡിനിൻ ആണെങ്കിൽ തൊട്ടടുത്ത സ്ട്രാൻഡിൽ അതിന്റെ കോംപ്ലിമെന്ററി ബേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 2 സ്ട്രാൻഡുകളും ഐഡന്റിക്കൽ അല്ല എന്ന ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രാൻഡിൽ ബേസ് ആയിട്ട് ഷുഗറിൽ നിന്ന് ഞാൻ B എന്ന് ഇട്ടിട്ടില്ലേ, അവിടുത്തെ ബേസ് അഡിനിൻ ആണെങ്കിൽ തൊട്ടടുത്ത സ്ട്രാൻഡിൽ അതിന്റെ നേരെ വരുന്നത് അഡിനിന്റെ കോംപ്ലിമെന്ററി ബേസ് ആയിരിക്കും. അതായത്
അഡിനിൻ ഒരു പർട്ടിക്കുലർ ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആ ബേസ് മാത്രമേ അവിടെ വരുള്ളൂ. ആ ബേസ് ആണ് തൈമിൻ. ഇവർ തമ്മിൽ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിന്റെ എണ്ണം 2 ആണ്. അപ്പൊ അഡിനിൻ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ, അഡിനിൻ ഫോം 2 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനി താഴത്തെ ബേസ്, താഴെ നിൽക്കുന്ന ബേസ് എന്ന് പറയുന്നത് അടുത്ത പ്യൂരിൻ ബേസ് ഏതാണ്? നമ്മുടെ ഗ്വാനിൻ ആണെന്ന് വെച്ചു. ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിന്റെ കോംപ്ലിമെന്ററി ബേസ് സൈറ്റോസിൻ ആണ്. ഈ സൈറ്റോസിൻ എന്ന് പറയുന്ന ബേസുമായിട്ട് ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ 3 ലൈൻസ് വരച്ചത് കേട്ടോ. അപ്പൊ ഗ്വാനിൻ ഫോം 3 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് സൈറ്റോസിൻ, അഡിനിൻ ഫോം 2 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ബേസ് പെയറിംഗ് ആണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെയർ കേസിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സ്റ്റെയർ കേസിന്റെ 2 സൈഡിലും നമുക്ക് ബാക്ക് ബോൺ ചെയിൻ ആയിട്ട് കൈവരികളുണ്ട്. അവിടെ ഷുഗറും ഫോസ്ഫേറ്റും ആണുള്ളത്. അതോടൊപ്പം നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം എന്താണ്? ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ആരെ അവിടെ നിൽക്കുന്ന ബേസുകളാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ബേസുകൾ 2 സ്റ്റാൻഡിലെയും ബേസുകൾ സെയിം ആണോ? ഒരിക്കലുമല്ല, കോംപ്ലിമെന്ററി ആണ് അല്ലെ. അഡിനിന്റെ കോംപ്ലിമെന്ററി ബേസ് ആണ് തൈമിൻ. അപ്പം അതുപോലെ തന്നെ ഗ്വാനിന്റെ കോംപ്ലിമെന്ററി ബേസ് ആണ് സൈറ്റോസിൻ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയിക് ആസിഡ് DNA-യുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ അതിലെ 2 സ്റ്റാൻഡുകളും എങ്ങനെയാണ്? ദേ ആർ നോട്ട് ഐഡന്റിക്കൽ, ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് സംഭവം കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ പിക്ചറിൽ ഒരു ലാഡർ പോലെ അല്ലെ, രേണി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലാഡറിൽ കാണിച്ചേക്കുന്നുണ്ടോ? അതില് ജി അല്ലെ, ജി നിങ്ങൾക്ക് റെഡ് കളറിൽ ക്ലിയർ ആവുന്നുണ്ടെന്നില്ല. ഇവിടെ ജി എന്ന് കൊടുക്കുമ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ സി ആണ്. അപ്പൊ എന്താ ജി സി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്വാനിൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് സൈറ്റോസിൻ അല്ലെ. തൈമിൻ ആണെങ്കിൽ തൈമിന്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ആരായിരിക്കും? അഡിനിൻ ആയിരിക്കും. കാരണം തൈമിൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് അഡിനിൻ അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു റിവോൾവിംഗ് സ്റ്റെയർ കേസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ DNA-യുടെ സ്ട്രക്ചർ നമ്മൾ കാണുക. DNA-യുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. അപ്പൊ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ DNA-യുടെ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ നമ്മളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, 2 സ്ട്രാൻഡ്സ് ആർ നോട്ട് ഐഡന്റിക്കൽ, ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അപ്പൊ അത് ബേസ് പെയറിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ ആണല്ലോ. എക്സ്പ്ലെയിൻ ദി 2 ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പം ന്യൂക്ലിക് ആസിഡ്സിന്റെ ഫങ്ഷൻസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ന്യൂക്ലിക് ആസിഡ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? DNA. ഇപ്പം DNA-ക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് സ്ട്രക്ചർ ആണല്ലോ. അപ്പൊ DNA-യുടെ ഒരു മെയിൻ ഫങ്ഷൻ ആണ് സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ. അതിന്റെ ഒരു എക്സാക്ട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ എന്താണ് പ്രോപ്പർട്ടി ഉള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. അപ്പൊ അത് അൺവൈൻഡ് ചെയ്തിട്ട് അതിന്റെ കോംപ്ലിമെന്ററി ബേസുകൾ വന്നിരുന്നിട്ട് അതിന്റെ തന്നെ ഒരു കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതിനാണ് സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, റിപ്ലിക്കേഷൻ ആണ് പറയുക. ഓക്കെ, DNA റിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇത് DNA-യുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ്. ഇനി ഈ ന്യൂക്ലിക് ആസിഡ്സിന്റെ അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ്, അതായത് RNA മോളിക്യൂൾസ് ആണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന RNA ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA എന്ന് പറഞ്ഞ് 3 പേരുകൾ എഴുതിയത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഏതാണ്? മെസ്സേഞ്ചർ RNA, ട്രാൻസ്ഫർ RNA, റൈബോസോമൽ RNA എന്നൊക്കെ എഴുതിയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള വേരിയസ് RNA മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിക് ആസിഡ്സിന്റെ 2 മെയിൻ ഫംഗ്ഷൻസ് ചോദിച്ചാൽ DNA റിപ്ലിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ സിന്തസിസും ഒക്കെ പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ബേസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ RNA ആൻഡ് നോട്ട് ഇൻ DNA. നേരത്തെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് കണ്ടിരുന്നു അല്ലെ. അപ്പം RNA ആൻഡ് DNA, നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്പ് ഉണ്ട്, RNA ആൻഡ് DNA. ഓക്കെ, RNA-യിലെ ബേസുകൾ, RNA-യിൽ നമ്മുടെ പ്യൂരിൻ ബേസുകൾ 2ഉം ഉണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്വാനിനും ഉണ്ട്. ഇനി പിരമിഡിൻ ബേസുകൾ 3 എണ്ണ ഇല്ല, 2 എണ്ണയേ ഉള്ളൂ. അത് സൈറ്റോസിനും യുറാസിലും ആണ്. ഓക്കെ, ഇനി DNA-യിലെ ബേസുകൾ, DNA-യിലും പ്യൂരിൻ ബേസുകൾ 2ഉം ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? അഡിനിൻ ഈസ് ദെയർ, അതുപോലെ തന്നെ ഗ്വാനിൻ ഈസ് ദെയർ. സൈറ്റോസിനും അതുപോലെ തന്നെ കോമൺ ആണ്. അതേസമയം യുറാസിൽ ഇല്ല. ഓക്കെ, അപ്പൊ DNA വരുമ്പോൾ യുറാസിലിന് പകരം ഏത് ബേസ് ആണ്? തൈമിൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്ന് ഇപ്പൊ കിട്ടി കാണുമല്ലോ. നെയിം ദി ബേസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ RNA നോട്ട് ഇൻ DNA. ഏതാണ് ആൻസർ? യുറാസിൽ അല്ലെ. RNA-യിൽ മാത്രമുള്ളതാണ് യുറാസിൽ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ DNA-യിൽ മാത്രം ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഏത് എഴുതുക? തൈമിൻ അല്ലെ. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ കോമൺ ബേസുകളാണ്. അത് RNA-യിലും ഉണ്ട് DNA-യിലും ഉണ്ട്. പക്ഷേ ലാസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് യുറാസിൽ ആൻഡ് തൈമിൻ സ്പെസിഫിക് ആണ്. യുറാസിൽ ഈസ് ഫൗണ്ട് ഒൺലി ഇൻ RNA, തൈമിൻ ഈസ് ഫൗണ്ട് ഒൺലി ഇൻ DNA. ക്ലിയർ ആണല്ലോ.
റൈറ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് ആർ ഓഫ് 2 ടൈപ്സ് എന്ന് പറഞ്ഞ് ആദ്യം മുതലേ പറയുന്ന 2 പേരുകളാണ് RNAയും DNA. അപ്പം നമുക്ക് നോക്കാം എന്താണ് RNAയും DNAയും തമ്മിലുള്ള ഡിഫറൻസസ്. ഒന്നാമത്തെ ഡിഫറൻസ് അല്ല, ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ പേരൊന്ന് എഴുതുക. അപ്പൊ തന്നെ നമുക്ക് ഇതിലെ ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാകും. എന്താണ് RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA പേരെന്താണ്? ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണല്ലോ. ഇനി അപ്പം ഈ RNAയിലും DNAയിലും ഒക്കെ ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ ഒരു പെൻഡോസ് ഷുഗർ കാണും എന്ന് നമുക്കറിയാം. അപ്പം RNAയിലെ ഷുഗറിന്റെ പേര് നിങ്ങളോട് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്ത് പറയാം? റൈബോസ് എന്ന് പറയാം. പക്ഷേ DNAയിൽ കാണുന്ന പെൻഡോസ് ഷുഗറിന്റെ പേര് ചോദിച്ചാൽ 2-deoxy റൈബോസ് എന്ന് പറയുക. എന്താ പറയുക? 2-deoxy റൈബോസ്. ഓക്കെ ആണല്ലോ. അപ്പൊ RNAയിലെ ഷുഗറിന്റെ പേര് റൈബോസ് എന്നാണ്. DNA ഷുഗറിന്റെ പേരെന്താണ്? ഡിഓക്സി റൈബോസ് എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണിത്? ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഷുഗർ വരയ്ക്കുമ്പോൾ ഇൻ കേസ് പിക്ചർ ഒക്കെ തന്നിട്ട് ഇത് RNAയിലെ ആണോ DNAയിലെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കാണുമ്പം രണ്ടും ഒരേപോലെ തോന്നുള്ളൂ. വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയാലേ ആ റൈബോസ് എന്താണ്, ഡിയോക്സി റൈബോസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷുഗറിന്റെ 2' അതായത് സെക്കൻഡ് കാർബൺ ഇല്ലേ, ഈ സെക്കൻഡ് കാർബണിൽ എബോവ് ദി പ്ലെയിൻ എച്ചും ബിലോ ദി പ്ലെയിൻ OH ആണ്. ബാക്കിയുള്ള നീ എഴുതുന്നില്ല. സെക്കൻഡ് കാർബണിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് CH2OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് കാർബണിൽ എബോവ് ദി പ്ലെയിൻ H ആണ്, ബിലോ ദി പ്ലെയിൻ OH ആണ്. അതേസമയം ഇത് DNA ആണെന്ന് വിചാരിക്കുക. ഓക്കെ, DNAയിൽ ഈ സെക്കൻഡ് കാർബണിൽ ബിലോ ദി പ്ലെയിനിൽ ആണ്, അതായത് OH അല്ല, അവിടെയും എന്താണ്? H എന്നാണ്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഇല്ല. കണ്ടോ? അപ്പം അതിന്റെ പേരെന്താണ്? ഓക്സിജൻ ഉള്ള സ്ട്രക്ചർ ആണെങ്കിൽ റൈബോസ്, ഓക്സിജൻ ഇല്ലാതെ H മാത്രമാണ്. OH ഗ്രൂപ്പ് ഇല്ല അവിടെ, OH ഗ്രൂപ്പിന് ഒരു H ആണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഷുഗറിന്റെ പേര് എന്ത് വായിച്ചേക്കുക? ഡിഓക്സി റൈബോസ്. ക്ലിയർ ആണല്ലോ? ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ RNAയിലെ ഷുഗറും DNAയിലെ ഷുഗറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സെക്കൻഡ് കാർബണിൽ OH ഗ്രൂപ്പ് ആണ് താഴെ കൊടുത്തേക്കുന്നതെങ്കിൽ അത് റൈബോസ് ആണ്. സെക്കൻഡ് കാർബണിന്റെ താഴെ H എന്നാണ് കാണുന്നതെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് ഡിഓക്സി റൈബോസ്. ഓക്കെ അല്ലേ? അതാണ് DNAയും RNAയും തമ്മിലുള്ള ഷുഗർ യൂണിറ്റിലുള്ള വ്യത്യാസം. ഇനി ബേസിസിലുള്ള വ്യത്യാസം ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ഏതാണ്? RNAയിലെ ബേസിസ് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് എഴുതാം. ഏതാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്ന് പറയും. അതേസമയം DNAയിലെ ബേസിസിന്റെ പേരുകളാണ് ചോദിക്കുന്നതെങ്കിൽ എന്തൊക്കെ പറയും? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്ന് പറയണം. കേട്ടോ, യുറാസിലിന് പകരം ഏതാ പറയുക? തൈമിൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഇതാണ് ബേസിസ്. ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ സ്ട്രക്ചറാണ്. അത് വളരെ സിമ്പിൾ ആണ്. RNAയുടെ സ്ട്രക്ചറിനെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ എന്നാണ് പറയുക. ഓക്കെ, പക്ഷേ DNAയുടെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ? ഒരു സ്പൈറൽ സ്റ്റെയർകേസ് പോലെ കണ്ടില്ലേ? അപ്പൊ DNAയുടെ സ്ട്രക്ചർ സിംഗിൾ സ്ട്രാൻഡഡ് ആണോ? അല്ല, DNA ഡബിൾ സ്ട്രാൻഡഡ്. ഓക്കെ, അപ്പൊ 3 ഡിഫറൻസ് ആയല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA എന്നല്ലേ. അപ്പൊ DNAയും RNAയും തമ്മിലുള്ള ഡിഫറൻസസ് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയണം ഷുഗർ പ്രസന്റ് ഇൻ RNA റൈബോസ്, ഷുഗർ പ്രസന്റ് ഇൻ DNA 2-deoxy റൈബോസ്. ഇനി ബേസസ് പ്രസന്റ് ഇൻ RNA അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ബേസസ് പ്രസന്റ് ഇൻ DNA ആണ് ചോദിക്കുന്നതെങ്കിലോ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻസ് ഇവരുടെ സ്ട്രക്ചർ ആണ്. അവിടെ നിങ്ങൾ ഇത്രയും പറയുക: RNA സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ, DNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ന്യൂക്ലിക് ആസിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആയി അല്ലെ. അപ്പൊ ഈ ന്യൂക്ലിക് ആസിഡ് എന്ന ടോപ്പിക്ക് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ അറിയാം, അവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ന്യൂക്ലിയോസൈഡ് തൊട്ട് തുടങ്ങണം. ഓക്കെ, ന്യൂക്ലിയോസൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ അവിടുത്തെ ലിങ്കേജ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ? ഫോസ്ഫോ ഡൈഎസ്റ്റർ. ആ ലിങ്കേജിലൂടെയാണ് ന്യൂക്ലിക് ആസിഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്സ്, RNA ആൻഡ് DNA. ദെൻ അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കുക. ഫൈനലി ഫംഗ്ഷൻസും കൂടെ പഠിക്കുക. ഇത്രയും ടോപ്പിക്കുകൾ എല്ലാം ചോദിക്കുന്ന എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ബയോമോളിക്യൂളിലേക്ക് പോകാം. അടുത്തത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത്
വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക്, അതായത് വൈറ്റമിൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ എന്താണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ ഹെൽത്ത്, പ്രധാനമായിട്ട് ഹെൽത്ത് അല്ലെ, ആരോഗ്യം അല്ലെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ നമുക്ക് ഈ വെജിറ്റബിൾസിലൂടെയും മിൽക്കിലൂടെയും എഗ്ഗിലൂടെയും ഒക്കെ ഒരുപാട് വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്. ഈ വൈറ്റമിൻസ് ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ ഗ്രോത്തിനെയൊക്കെ ഒരുപാട് എഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഈ വൈറ്റമിൻസ്? നമുക്ക് പലർക്കും പേരുകളൊക്കെ അറിയാം അല്ലെ, ABCD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വൈറ്റമിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വാട്ടർ സോലുബിൾ ആണ്, ചിലതൊക്കെ ഫാറ്റ് സോലുബിൾ ആണ്, ബോഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെയൊക്കെ പഠിക്കും. അപ്പൊ അതിൽ ഓരോരോ വൈറ്റമിൻസിന്റെയും പേരുകൾ തന്നിട്ട് വൈറ്റമിൻസിന്റെ കോഡാണ് ഈ ABCD ആൽഫബറ്റ് ലെറ്റർ വെച്ച് പറയുക. പക്ഷേ ഈ വൈറ്റമിൻസിനെല്ലാം ഓരോ കെമിക്കൽ നെയിമുകളൊക്കെ ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം, ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കെമിക്കൽ നെയിമും ഈ വൈറ്റമിൻസ് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് കിട്ടുക, അതിന്റെ സോഴ്സും, പിന്നെ എന്താണ് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കാരണം വരാൻ സാധ്യതയുള്ള ഡെഫിഷ്യൻസി ഡിസീസും ഒക്കെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസും ബോർഡ് എക്സാമിന് കാണുന്നുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ വൈറ്റമിൻ സി കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി? വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ ബോഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇതാണ്, നമ്മുടെ വൈറ്റമിൻസിനെ നമ്മൾ ഫാറ്റ് സോലുബിൾ എന്നും വാട്ടർ സോലുബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുമ്പം വാട്ടർ സോലുബിളിൽ വരുന്ന രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഓക്കെ, വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ് കേട്ടോ. അപ്പം അതിനകത്ത് B1 ഉണ്ട്, B2 ഉണ്ട്, B6ഉം B12ഉം ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണേലും ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസും വൈറ്റമിൻ സിയും വാട്ടറിൽ സോലുബിൾ ആണ്. അപ്പൊ എന്താ കാര്യം, നമ്മൾ ഫുഡിലൂടെ നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻ കിട്ടി, ആവശ്യത്തിനുള്ള വൈറ്റമിൻ ബോഡി അബ്സോർബ് ചെയ്തു, ബാക്കിയുള്ള വൈറ്റമിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ബോഡിക്ക് സാധിക്കില്ല. കാരണം എന്താ, ഈ വൈറ്റമിൻസ് വാട്ടർ സോലുബിൾ ആയതുകൊണ്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയിട്ട് പോകും അല്ലെ, യൂറിനിലൂടെ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ വാട്ടർ സോലുബിൾ ആയതുകൊണ്ടാണ്. അപ്പൊ വൈ വൈറ്റമിൻ സി കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി? ബിക്കോസ് ഇറ്റ് ഈസ് എ വാട്ടർ സോലുബിൾ വൈറ്റമിൻ. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് അല്ലെ, യൂറിനിലൂടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വൈറ്റമിൻ എന്ത് പറയുന്നത്, സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത വൈറ്റമിൻ ആണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ബിയും ഉണ്ട് കേട്ടോ, ബി കോംപ്ലക്സ് വൈറ്റമിൻസും ഈ രീതിയിൽ തന്നെയാണ് റെഗുലർ ആയിട്ട് അങ്ങനെ ഇൻസൈഡ് കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ്, ദേ സപ്ലൈഡ് റെഗുലർലി ഇൻ ദി ഡയറ്റ് അല്ലെ. അത് ഡയറ്റിലൂടെ റെഗുലർ ആയിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെ, റെഗുലർ ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് അല്ലെ. കാരണം നമ്മുടെ ബോഡിക്ക് അത് സ്റ്റോർ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം അത് വാട്ടർ സോലുബിൾ ആയതുകൊണ്ടാണ് കേട്ടോ, വാട്ടർ സോലുബിൾ. ഇനി റൈറ്റ് ദി നെയിം ഓഫ് ഡിസീസസ് കോസ്ഡ് ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12. ഓക്കെ, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പഠിക്കുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അപ്പം ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എന്നാലും ഞാൻ ഇതിൻ്റെയോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട്, കാരണം വേറെ ക്വസ്റ്റ്യൻസിൽ ഇത് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ B12 ഒരു കെമിക്കൽ നെയിം ഉണ്ട്, പഠിച്ചിരിക്കുക, സയനോകൊബാലമീൻ എന്നാണ്. ഓക്കെ, സയനോകൊബാലമീൻ. അപ്പോൾ വൈറ്റമിൻ B12 ഞാൻ പറഞ്ഞു ഓരോ വൈറ്റമിൻസിനും ഈ കോഡല്ല, വേറെ കെമിക്കൽ നെയിംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു പേരാണ് ഈ സയനോകൊബാലമീൻ. ഓക്കെ, അപ്പൊ വൈറ്റമിൻ B12 സയനോകൊബാലമീൻ എന്ന് പേര് പഠിക്കുമ്പം അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് എ കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ. ഓക്കെ, കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ ആണ്. അപ്പൊ മെറ്റൽ കണ്ടെയ്നിങ് വൈറ്റമിൻ അല്ലെങ്കിൽ കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ആൻസർ കൊടുക്കാം, ഏതാണ്, കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ ആണ്. ഏതാണ്, വൈറ്റമിൻ B12 അല്ലെ. അപ്പൊ മെറ്റൽ കണ്ടെയ്നിങ് വൈറ്റമിൻ അല്ലെങ്കിൽ കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ, അതുകൊണ്ടാണ് എന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സയനോകൊബാലമീൻ എന്നല്ലേ പറഞ്ഞത്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയി ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പം നെയിം ഓഫ് ഡിസീസ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഡിസീസിന് ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, പെർനീഷ്യസ് അനീമിയ, വിളർച്ച നമ്മൾ അറിയല്ലേ, പെർനീഷ്യസ് അനീമിയ, അതായത് RBC ഡെഫിഷ്യന്റ് ഇൻ ഹീമോഗ്ലോബിൻ എന്ന് പറയും കേട്ടോ. റെഡ് ബ്ലഡ് സെൽസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന പെർനീഷ്യസ് അനീമിയയാണ് വൈറ്റമിൻ B12 ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വൈറ്റമിൻ B12 കെമിക്കൽ നെയിം ആണ് സയനോകൊബാലമീൻ. ഇറ്റ് ഈസ് എ കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ ആൻഡ് ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സ്കർവേ?
നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ഇല്ലേ, ഏതാ? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ നല്ലതായിട്ട് കാണുന്ന, നാരങ്ങ പോലെയുള്ള ഫ്രൂട്ട് ഐറ്റംസിലൊക്കെ നന്നായിട്ട് ഉള്ള ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ഇനി ഈ ഒരു വൈറ്റമിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് തന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ ആ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവേ. ഓക്കെ, അപ്പം വിച്ച് വൈറ്റമിൻ അല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പൊ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം കൂടെ നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു വെക്കാം. അസ്കോർബിക് ആസിഡ് എന്നാണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം ആണ് അസ്കോർബിക് ആസിഡ്. ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് സ്കർവേ. സ്കർവേ എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഗംസ് എന്നാണ് കേട്ടോ. ബ്ലീഡിംഗ് ഗംസ് ആണ് സ്കർവേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസീസിന് കാരണം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം വൈറ്റമിൻ സി വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ സോഴ്സ് സിട്രസ് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? സ്കർവേ അല്ലെ. ഇത് ഈ 4 പോയിന്റ് ഇതുപോലെയാണ്. ഓരോ വൈറ്റമിനിലും ഈ 4 കാര്യങ്ങളൊന്നും. ഇത് വാട്ടർ സോല്യൂബിൾ ആണോ, ഫാറ്റ് സോല്യൂബിൾ ആണോ, പിന്നെ ഇതിന്റെ സോഴ്സ് എന്താണ്, ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്, ഇതിന്റെ കെമിക്കൽ നെയിം എന്താണ്, ഇത്രയും കാര്യങ്ങൾ എല്ലാ വൈറ്റമിൻസിന്റെയും പഠിച്ചു പോകണം. ഓക്കെ, അടുത്തത് ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ബോൺസ് എന്നാണ് കേട്ടോ. ബെൻഡിങ് ഓഫ് ബോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ആണ് റിക്കറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതിന് കാരണം ഒരു എന്താണ്? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. ഓക്കെ, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ഡി ആണ് കേട്ടോ. വൈറ്റമിൻ ഡി. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ ഒരു കെമിക്കൽ നെയിം ആണ് കെൽസിഫെറോൾ എന്ന് പറയും. ഓക്കെ, കെമിക്കൽ നെയിം ആണ് വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആയിട്ട് നിങ്ങൾ പഠിച്ചോളുക. എന്താണ് കെമിക്കൽ നെയിം? കെൽസിഫെറോൾ എന്നാണ്. ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് ഏത് ഡിസീസ് ആണ്? റിക്കറ്റ്സ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, സൺഷൈൻ വൈറ്റമിൻ. എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് ഏത് വൈറ്റമിനെയാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് വൈറ്റമിൻ ഡി അല്ലെ. സൺലൈറ്റിന്റെ പ്രസൻസിൽ നമ്മുടെ സ്കിന്നിൽ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ സൺഷൈൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് റിക്കറ്റ്സ്. ഇതിന്റെ കെമിക്കൽ നെയിം ആണ് കെൽസിഫെറോൾ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 fat soluble vitamins, their sources and the diseases caused due to their deficiency in diet. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമ്മളിങ്ങനെ ഫാറ്റ് സോലുബിൾ വാട്ടർ സോലുബിൾ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മളുടെ വൈറ്റമിൻസിനെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫാറ്റ് സോലുബിളിൽ വരുന്നത് വൈറ്റമിൻ എ, ഡി, ഇ, കെ കേട്ടോ. ഈ 4 പേരാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഏതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഈ 4 വൈറ്റമിൻസിനെയാണ് നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇവരെ നമ്മുടെ ബോഡിക്ക് കുറച്ചൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിവറിലും അഡിപ്പോസ് ടിഷ്യൂലും ഒക്കെ നമ്മുടെ ബോഡി ഈ വൈറ്റമിനുകളെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്യാൻ ബി സ്റ്റോർ. അതാണ് വൈറ്റമിൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത്. അതേസമയം വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയാ? ബി കോംപ്ലക്സ് വൈറ്റമിൻസും വൈറ്റമിൻ സിയും ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം ഇത് വാട്ടറിൽ സോലുബിൾ ആയതുകൊണ്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. നമ്മുടെ ബോഡിക്ക് ഇവരെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ചോദിക്കുമ്പോൾ ഇതിൽ ഈ 4 എണ്ണത്തിൽ ഏത് വേണേലും നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നത്, അതായത് നമ്മൾ പേര് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഡെഫിഷ്യൻസി ഡിസീസും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഡയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ് വരാം. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം പറയുക അല്ലെ. അപ്പൊ എ, ഡി, ഇ, കെ ഈ 4 വൈറ്റമിൻസിൽ നമുക്ക് വൈറ്റമിൻ എ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കരോട്ടിനോയിഡ്സ് എന്നാണ്. ഓക്കെ, കരോട്ടിനോയിഡ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പറയാം ഇത് കാണുന്ന ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റിലും മിൽക്കിലും ഒക്കെ ഉള്ളൊരു. അപ്പൊ സോഴ്സ് ചോദിച്ചല്ലോ. അപ്പൊ ക്യാരറ്റ്, മിൽക്ക് ഇതൊക്കെയാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന്റെ കെമിക്കൽ നെയിം കരോട്ടിനോയിഡ് അല്ല, ഇതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ എന്നാണ് കേട്ടോ. റെറ്റിനോൾ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് റെറ്റിന എന്ന് പറയും അല്ലെ. അപ്പൊ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ തന്നെ വേറൊരു ഡിസീസ് പറഞ്ഞേക്കുന്നത് സിറോഫ്താൽമിയ എന്നാണ്. ഓക്കെ, സിറോഫ്താൽമിയ. കണ്ണിന്റെ കോർണിയ ഹാർഡ് ആകുന്ന ഒരു ഡിസീസാണ് സിറോഫ്താൽമിയ. ഡ്രൈ ആകുന്ന ഹാർഡ് ആകുന്ന ഒരു ഡിസീസാണ് സിറോഫ്താൽമിയ. അപ്പൊ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള കരോട്ടിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് പോലെയുള്ള ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ഇതൊക്കെ നമ്മൾ കഴിച്ചു
കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ആവശ്യത്തിന് നമുക്ക് കിട്ടും. അതല്ല ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ. അപ്പോൾ വൈറ്റമിൻ എ എല്ലാവരും പഠിച്ചു വയ്ക്കുക. കെമിക്കൽ നെയിം റെറ്റിനോൾ, ഇറ്റ് സോഴ്സസ് ക്യാരറ്റ്, മിൽക്ക്, ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒരെണ്ണമായി. ഇനി രണ്ടാമത്തേത് ഏതാ? നമുക്ക് ഏത് വേണേലും പറയാം. ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്. ഇതിലേത് എക്സാമ്പിൾ വേണേലും പറയാം. ഇൻ കേസ് ഇപ്പോൾ വൈറ്റമിൻ കെ, ഓക്കെ, വൈറ്റമിൻ കെ ആണ് പറയുന്നതെങ്കിൽ വൈറ്റമിൻ കെയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഓക്കെ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് വൈറ്റമിൻ കെയുടെ സോഴ്സ് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്നാണ്. ഓക്കെ, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം. ഓക്കെ, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണിത്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് പ്രോപ്പർ ടൈമിൽ നടക്കണം അല്ലെ. ഇപ്പോൾ ഒരു മുറിവുണ്ടായാൽ അധികം ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാതെ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആകുന്നത് ഈ ഒരു വൈറ്റമിൻ്റെയും കൂടെ ഹെൽപ്പോട് കൂടിയാണ്. വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആയിട്ട് നമ്മൾ ഏത് പഠിക്കാറുണ്ട്? കെ പഠിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് സംഭവിക്കാം? ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ബ്ലഡ് ക്ലോട്ട് ആകാൻ കൂടുതൽ സമയം എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്നത്. അപ്പം ഈ രണ്ട് വൈറ്റമിൻസ് നമ്മളിവിടെ പറഞ്ഞു. കാരണം എന്താ? ഈ രണ്ടെണ്ണം എന്താണ്? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എയും കെയും ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതിന്റെ സോഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ ഡെഫിഷ്യൻസി ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സെറോഫ്താൽമിയ ആൻഡ് കീലോസിസ്, ഗീവ് ഇറ്റ് സോഴ്സസ് ഓൾസോ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന രണ്ട് ഡിസീസസ്, ഒന്ന് സെറോഫ്താൽമിയ, അത് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത്. അപ്പോൾ വൈറ്റമിൻ എ ആണ് കേട്ടോ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഡിസീസിന്റെ പേരാണ് എന്ത്? ഈ സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറോഫ്താൽമിയ ഇസ് ദി ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ എ ആണ്. അതേപോലെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഉണ്ട്, B2 ആണ്. ഓക്കെ, B2. ഈ B2 എന്ന് പറഞ്ഞ വൈറ്റമിന്റെ കെമിക്കൽ നെയിം ആണ് റൈബോഫ്ലേവിൻ എന്ന് പറയും. ഓക്കെ, കെമിക്കൽ നെയിം ആണ് കേട്ടോ. കെമിക്കൽ നെയിം ആണ് റൈബോഫ്ലേവിൻ. എയുടേത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റെറ്റിനോൾ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കെമിക്കൽ നെയിം റൈബോഫ്ലേവിൻ എന്നാണ്. ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് കീലോസിസ്. ഓക്കെ, കീലോസിസ്, ചുണ്ടുകളൊക്കെ വിണ്ടു കീറുന്ന ഒരു ഫിഷറിങ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് മൗത്ത് എന്ന് പറയും. അതാണ് കീലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, സെറോഫ്താൽമിയയും കീലോസിസും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? സെറോഫ്താൽമിയ ഇസ് ദി ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, അതേപോലെ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഏത്? കീലോസിസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു സോഴ്സസും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ സോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വൈറ്റമിൻ എയുടെ ഏതാ പറഞ്ഞത്? വൈറ്റമിൻ എയുടെ സോഴ്സ് ഏതാ പറഞ്ഞത്? മിൽക്ക്, ക്യാരറ്റ് ഒക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ വൈറ്റമിൻ B2 മെയിൻ സോഴ്സും ഇത് തന്നെയാണ്, മിൽക്ക് തന്നെയാണ് കേട്ടോ. മിൽക്കാണ് വൈറ്റമിൻ B2 സോഴ്സ് ആയിട്ട് എടുത്ത് പറയുന്നത്. മിൽക്കും എഗ് വൈറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിൽക്ക്, എഗ് വൈറ്റ്, ഇതൊക്കെ വൈറ്റമിൻ B2 സോഴ്സ് ആണ്. വൈറ്റമിൻ എയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മിൽക്ക്, ക്യാരറ്റ് ഒക്കെയാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണേലും സോഴ്സസും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഡിസീസ് ആണ് എന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് വൈറ്റമിൻ ബി മസ്റ്റ് ബി സപ്ലൈഡ് റെഗുലർലി ഇൻ ഡയറ്റ്? വീണ്ടും റെപ്പിറ്റേഷൻ ആണ്. എന്താണ്? റെഗുലർ ആയിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം എന്താ? വാട്ടർ സോലുബിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വാട്ടർ സോലുബിൾ വൈറ്റമിൻ. അപ്പോൾ വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനെ നമ്മൾ റെഗുലർ ആയിട്ട് കഴിക്കണം. കാരണം എന്താ? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി ആണ് അല്ലെ. നമുക്ക് നമ്മുടെ ബോഡിക്ക് അവരെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് റെഗുലർ ആയിട്ട് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. വിച്ച് വൈറ്റമിൻ ഈസ് കൺസേൺഡ് വിത്ത് ആന്റി സ്റ്റെറിലിറ്റി? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റമിൻസിൽ ഒരു പർട്ടിക്കുലർ വൈറ്റമിനെ നമ്മൾ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഈ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ ഇ. അപ്പം നമ്മൾ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിൽ എയും ഡിയും കെയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയായിരുന്നു. അതിൽ പറയാത്തൊരു പേരാണ് വൈറ്റമിൻ ഇ. അപ്പൊ ഈ വൈറ്റമിൻ ഇ എന്താണ്? ഇതിന്റെ ഡെഫിഷ്യൻസി സ്റ്റെറിലിറ്റിക്ക് കാരണമാകാം. ഓക്കെ, അതായത് ലോസ് ഓഫ് റീപ്രൊഡക്റ്റീവ് പവർ അല്ലെങ്കിൽ സ്റ്റെറിലിറ്റിക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഈ വൈറ്റമിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഓക്കെ, അപ്പം ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? വൈറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഓക്കെ ആണല്ലോ. ഇനി റൈറ്റ് ദി കെമിക്കൽ നെയിം ഓഫ് B1 ആൻഡ് ദി നെയിം
ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ B2 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ചോദിച്ചേക്കുന്ന ഏതാ? B1 അല്ലെ. അപ്പൊ B1ന്റെ കെമിക്കൽ നെയിം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ദാറ്റ് ഈസ് തയാമിൻ. ഉണ്ടോ? B1ന്റെ എന്താണ്? തയാമിൻ എന്നാണ് കെമിക്കൽ നെയിം ആണ് കേട്ടോ, തയാമിൻ. ഇനി നമുക്ക് ഈ B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസും കൂടി എഴുതി വെക്കാം. B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസിന് ബെറി എന്നാണ് പറയുക. ഓക്കെ, ബെറി എന്ന് പറഞ്ഞാൽ റിട്ടാർഡഡ് ഗ്രോത്ത്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, വളർച്ച മുരടിച്ച ഒരവസ്ഥ, അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ബെറി ഈസ് ദി ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഓരോരോ ക്വസ്റ്റ്യനുകളായിട്ട് കംപ്ലീറ്റ് വൈറ്റമിന്റെയും ഡെഫിഷ്യൻസീസ് ആയി കേട്ടോ. എ ആദ്യം പറഞ്ഞു, എ എന്തായിരുന്നു? നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ. പിന്നെ B1 ആണ് ഇപ്പൊ പറഞ്ഞത്, ബെറി. B2 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏതാണ് B2? കീലോസിസ്. പിന്നെ ആദ്യമേ നമ്മൾ B12 പറഞ്ഞായിരുന്നു, പെർനീഷ്യസ് അനീമിയ, ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ C പറഞ്ഞു, സിയുടെ എന്തായിരുന്നു? സ്കർവേ എന്നായിരുന്നു. D പറഞ്ഞു, റിക്കറ്റ്സ് എന്നായിരുന്നു. ഓക്കെ, ഈ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്. അതുപോലെ തന്നെ K ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഭംഗിയായിട്ടൊരു ടേബിൾ നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ കെമിക്കൽ നെയിമും ഡെഫിഷ്യൻസി ഡിസീസും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ തന്നെ ഒരു തേർഡ് പാർട്ടിലാണ് അടുത്ത് ചോദിച്ചേക്കുന്നത്. വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? ഏത് വൈറ്റമിൻ ആണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടാണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ K ആണ് കേട്ടോ, വൈറ്റമിൻ K ആണ്. അപ്പം ആന്റി സ്റ്റെറിലിറ്റിയുടെ ആൻസർ വൈറ്റമിൻ E എന്നായിരുന്നു. അതുപോലെ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B1 ചോദിച്ചേക്കുന്നതിന്റെ ആൻസർ എന്തായിരുന്നു? തയാമിൻ ആണ് കെമിക്കൽ നെയിം. ഡിസീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ബെറി അല്ലെ, ബെറി എന്നായിരുന്നു ഡിസീസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു, ദാറ്റ് ഈസ് വൈറ്റമിൻ K ആണ്. എല്ലാം കിട്ടിയല്ലോ, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദി 2 ഹോർമോൺസ് which work together to regulate glucose level in the body. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ലാസ്റ്റ് ബയോമോളിക്യൂൾസ് ആണ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആണ്. ഓക്കെ, കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. എന്താണ്? കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. അപ്പം ഈ ഹോർമോൺസിൽ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്ന 2 ഹോർമോണുകളുണ്ട്. അത് ഏതൊക്കെ ഹോർമോണുകളാണ്? ഒന്ന് ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഏത്? ഇൻസുലിൻ. അപ്പം ഈ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗ്ലൈക്കോജനെ തിരിച്ചു ഗ്ലൂക്കോസ് ആക്കുന്ന, അതായത് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹോർമോണും കൂടി ഉണ്ട് അവിടെ, ദാറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. കണ്ടോ? അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് 2 ഹോർമോണുകൾ ചേർന്നിട്ടാണ്. അതിലൊരു ഹോർമോൺ ഇൻസുലിൻ, രണ്ടാമത്തെ ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് ഫംഗ്ഷൻ? ഇൻസുലിൻ എന്ത് ചെയ്തു? ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കഗോൺ എന്ന് പറയുമ്പോൾ എന്താ? ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഫോർ പെപ്റ്റൈഡ് ഹോർമോൺ ആൻഡ് അമീൻ ഹോർമോൺ. ഓക്കെ, അതായത് ഹോർമോൺസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പെപ്റ്റൈഡ് ഹോർമോണും അമീൻ ഹോർമോണും. അതായത് പെപ്റ്റൈഡ് എന്നുള്ള പേര് നമ്മൾ കഴിഞ്ഞ ബയോമോളിക്യൂൾ ക്ലാസ്സിൽ കേട്ടതാണ്. എന്തായിരുന്നു പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ? എന്താ? പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് അല്ലെ, പ്രോട്ടീൻ അമിനോ ആസിഡ്സ് കൂടി ചേർന്ന ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ഉള്ള ഹോർമോൺ ആണ്. അതുകൊണ്ടാണ് പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം ഈ പെപ്റ്റൈഡ് ഹോർമോണിന് എക്സാമ്പിൾ ഏതാ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസിന്റെ പേര് പറഞ്ഞില്ലായിരുന്നോ? ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണല്ലോ. ഇവരെ തന്നെയാണ് നമ്മുടെ പെപ്റ്റൈഡ് ഹോർമോൺ കേട്ടോ. ഇത് രണ്ടുമാണ് പെപ്റ്റൈഡ് ഹോർമോൺ. അതേസമയം അമീൻ ഹോർമോൺ, അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 ഹോർമോണുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അതാണ് അമീൻ ഹോർമോൺ. അത് ഏതൊക്കെയാണ്? അമീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് തൈറോക്സിൻ എന്ന ഹോർമോൺ ആണ്. ഏതാണ്? തൈറോക്സിൻ. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് ഇല്ലേ, തൈറോയിഡ് ഗ്ലാൻഡ് സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കാരണം തൈറോയിഡ് ഗ്ലാൻഡ് വലുതാകുന്ന ഒരു ഡിസീസ് ഒക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. ഏതാണ്? ഗോയിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണും അതേപോലെ തന്നെ അഡ്രിനാലിൻ അല്ലെ, അഡ്രിനാലിൻ, ഈ 2 ഹോർമോൺസ് അല്ലെ. അഡ്രിനാലിൻ എല്ലാവർക്കും അറിയാലോ, ഫിയർ ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ട്, എമർജൻസി ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ അഡ്രിനാലിൻ. അപ്പോൾ അമീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയുണ്ട്? തൈറോക്സിനും അഡ്രിനാലിനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ എന്താണ്? അമിനോ ആസിഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡെറിവേറ്റീവ്, അങ്ങനെയാണ് ഹോർമോണുകളെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന 2 പേരുകളാണ് പെപ്റ്റൈഡ് ഹോർമോണും
അമീൻ ഹോർമോൺ. അപ്പോൾ ഹോർമോൺ എന്ന ടോപ്പിക്കിൽ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അപ്പോൾ അതിൽ ഓരോ ഹോർമോൺസും ഏത് ടൈപ്പാണ്, പെപ്റ്റൈഡ് ഹോർമോൺ ഏത്, അമീൻ ഹോർമോൺ ഏത്, ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. അപ്പം എന്താണേലും ഇന്നെടുത്ത ടോപ്പിക്കിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളെടുത്ത ന്യൂക്ലിക് ആസിഡ് എന്ന പാർട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ പറഞ്ഞ ആ ലിങ്കേജിന്റെ പേരുകളും ലിങ്കേജ് വരുന്ന കാർബണിന്റെ നമ്പറും ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് വരച്ച് തന്നെ നോക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോട്ടൽ നമ്മൾ 6 ബയോമോളിക്യൂളുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻ, ഹോർമോൺ ടോപ്പിക്കുകൾ ബോർഡ് എക്സാംസിന് കൂടുതലായിട്ടും കാണുന്നതാണ്. അതിൽ ന്യൂക്ലിക് ആസിഡ്സ് ആണ് കൂടുതലായിട്ടും എപ്പോഴും കണ്ടുവരാറുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്